കേരള കർണാടക അതിർത്തിയിലെ പശ്ചിമഘട്ട നിരകളുടെ മടിത്തട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഗ്രാമമാണ് പാലക്കയം. കോടമഞ്ഞും കാട്ടുചോലകളുടെ കളങ്കാരവും നിറഞ്ഞ ആ ഗ്രാമത്തിന് ഒരു പ്രത്യേക ശാന്തതയുണ്ടായിരുന്നു. എന്നാൽ ആ ശാന്തതയ്ക്ക് നടുവിൽ വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ഒരു പഴയ റബ്ബർ പ്രോസസ്സിംഗ് ഫാക്ടറിയുണ്ട്. തുരുമ്പിച്ച അതിന്റെ ഇരുമ്പ് ഗേറ്റുകൾക്ക് മുന്നിൽ കഴിഞ്ഞ 3 വർഷമായി മാറാത്ത ഒരു കാഴ്ചയുണ്ട്. എല്ലും തോലുമായ ഒരു നാടൻ നായ. അവനാണ് ഷേരു. മഴയായാലും വെയിലായാലും ഷേരു ആ ഗേറ്റിൽ നിന്ന് മാറാറില്ല. വല്ലപ്പോഴും അതുവഴി പോകുന്ന ലോറി ഡ്രൈവർമാരോ നാട്ടുകാരോ എറിഞ്ഞു കൊടുക്കുന്ന വല്ലതും തിന്നാൽ തിന്നു. അധികം പേർക്കും അവനെ ഇഷ്ടമായിരുന്നില്ല. അതൊരു ഭ്രാന്തൻ പട്ടിയാ. അവിടെ പോയി കഴിഞ്ഞാൽ ആ പഴയ കെട്ടിടം നോക്കി നിർത്താതെ കുരയ്ക്കും. കല്ലെടുത്തെറിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വരില്ല. നാട്ടുകാരിൽ പലരും പറഞ്ഞു നടന്നു. കുട്ടികൾ അവനെ കല്ലെറിഞ്ഞ് രസിച്ചു. ശരീരത്തിൽ പലയിടത്തും മുറിവുകളുണ്ടായിട്ടും ആരെങ്കിലും ആട്ടി ഓടിച്ചാൽ കുറച്ചൊന്ന് മാറി നിൽക്കുമെന്നല്ലാതെ അവൻ ആ ഫാക്ടറി പരിസരം വിട്ടുപോയിട്ടില്ല. അവന്റെ കണ്ണുകളിൽ ഒരു വലിയ കാത്തിരിപ്പിന്റെ സങ്കടമുണ്ടായിരുന്നു. ആർക്കും മനസ്സിലാകാത്ത ഒരു വലിയ രഹസ്യത്തിന്റെ ഭാരം അവൻ ഒറ്റയ്ക്ക് ചുമക്കുകയായിരുന്നു. ഷേരുവിന് ഭ്രാന്തായിരുന്നില്ല. അവനൊരു യജമാനനുണ്ടായിരുന്നു, രാഘവൻ. ആ ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു അയാൾ. സ്വന്തമായി ആരുമില്ലാതിരുന്ന രാഘവന് ലോകത്ത് ആകെ സ്വന്തമായി ഉണ്ടായിരുന്നത് ഷേരു മാത്രമാണ്. തന്റെ ചോറ്റുപാത്രത്തിലെ പകുതി ചോറ് ഷേരുവിനായി മാറ്റിവെക്കുന്ന, അവനെ മാറോട് ചേർത്തുറക്കുന്ന സ്നേഹനിധിയായ ഒരു മനുഷ്യൻ. 3 വർഷം മുൻപ് ഫാക്ടറി പൂട്ടാൻ തീരുമാനിച്ച ആ ശപിക്കപ്പെട്ട രാത്രി. അന്ന് കനത്ത മഴയായിരുന്നു. ഫാക്ടറിക്കുള്ളിലെ പഴയ സ്റ്റോർ റൂമിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടാണ് രാഘവൻ ടോർച്ചും കാക്കിയെടുത്ത് അങ്ങോട്ട് പോയത്. ഷേരുവും കൂടെ ഉണ്ടായിരുന്നു. അവിടെ അയാൾ കണ്ടത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. പഴയ കാലത്തെങ്ങോ നിർമ്മിക്കപ്പെട്ട ഒരു തുരങ്കത്തിന്റെ പ്രവേശനപാത സ്റ്റോർ റൂമിന്റെ തറയിലെ ടൈലുകൾക്ക് താഴെയുണ്ടായിരുന്നു. ചില അപരിചിതരായ ആളുകൾ ആ തുരങ്കത്തിലൂടെ പെട്ടികളിലായി എന്തൊക്കെയോ കടത്തുകയാണ്. അത് വലിയൊരു അന്തർ സംസ്ഥാന ലഹരി മാഫിയയായിരുന്നു. പോലീസിനെ വിളിക്കാൻ രാഘവൻ ഫോൺ എടുത്തത് പിന്നിലൂടെ വന്ന ഒരാൾ അയാളുടെ തലയ്ക്കടിച്ചു. നിലത്തു വീണ രാഘവനെ അവർ വളഞ്ഞിട്ട് മർദ്ദിച്ചു. യജമാനനെ രക്ഷിക്കാൻ കുതിച്ചു ചെന്ന ഷേരുവിനെയും അവർ ക്രൂരമായി ചവിട്ടിത്തെറിപ്പിച്ചു. സ്വന്തമായി കുടുംബമോ ബന്ധുക്കളോ ഇല്ലാത്ത രാഘവനെ കാണാതായാൽ ആരും അന്വേഷിക്കില്ലെന്ന് അവർക്കറിയാമായിരുന്നു. കാട്ടിലെ അവരുടെ രഹസ്യ ലഹരി നിർമ്മാണ കേന്ദ്രത്തിൽ അടിമപ്പണി ചെയ്യിക്കാൻ അവർ രാഘവനെ ജീവനോടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. പോലീസിന്റെ ശ്രദ്ധ തിരിക്കാൻ ആ സ്റ്റോർ റൂമിലെ തുരങ്കമുഖം അവർ എന്നേക്കുമായി ഉപേക്ഷിച്ചു. രക്തം വാർന്ന് അബോധാവസ്ഥയിലായിരുന്ന രാഘവനെ അവർ ആ ഇരുണ്ട തുരങ്കത്തിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. പോകുന്നതിന് മുൻപ് പാതി ജീവനോടെ കണ്ണു തുറന്ന രാഘവൻ വേദനയോടെ തന്നെ നോക്കി നിൽക്കുന്ന ഷേരുവിനെ കണ്ട് വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, "ഇവിടെ തന്നെ നിൽക്കണം ഷേരു. നീ എങ്ങോട്ടും പോകരുത്. ഞാനിപ്പോ വരാം." ആ വാക്കുകൾ ഷേരുവിന്റെ ഹൃദയത്തിൽ പതിഞ്ഞു. തന്റെ യജമാനൻ പറഞ്ഞിട്ടുണ്ട്, അവൻ വരും. ആ വിശ്വാസത്തിലാണ് കഴിഞ്ഞ 1000-ലധികം ദിവസങ്ങൾ ഷേരു അവിടെ കാവൽ കിടന്നത്. പാലക്കയം പോലീസ് സ്റ്റേഷനിലേക്ക് പുതുതായി ചാർജ് എടുത്ത സബ് ഇൻസ്പെക്ടറായിരുന്നു അർജുൻ സിംഗ്. ക്രൈംബ്രാഞ്ചിൽ നിന്ന് സ്ഥലം മാറ്റം കിട്ടി വന്ന കുറ്റകൃത്യങ്ങളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന പ്രകൃതക്കാരൻ. ഗ്രാമത്തിന്റെ ശാന്തതയ്ക്ക് പിന്നിലെ അസാധാരണത്വങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിവുള്ള ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. ഒരു വൈകുന്നേരം പതിവ് പെട്രോളിങ്ങിന് ഇറങ്ങിയതായിരുന്നു അർജുൻ. കൂടെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ചന്ദ്രനുമുണ്ട്. ചാറ്റൽ മഴയുള്ള ആ നേരത്ത് ജീപ്പ് പഴയ റബ്ബർ ഫാക്ടറിയുടെ വഴിയിലേക്ക് തിരിഞ്ഞു. ഫാക്ടറിയുടെ ഗേറ്റിനടുത്ത് എത്തിയപ്പോൾ അർജുൻ ജീപ്പ് പെട്ടെന്ന് നിർത്തിച്ചു. 3-4 കുട്ടികൾ ചേർന്ന് ഗേറ്റിനോട് ചേർന്ന് കിടക്കുന്ന ഒരു നായയെ കല്ലെറിയുന്നു. ഒരു വലിയ കല്ല് അതിന്റെ മെലിഞ്ഞ കാലിൽ കൊണ്ടതും അത് ദയനീയമായി മോങ്ങി. അർജുൻ ദേഷ്യത്തോടെ ജീപ്പിൽ നിന്നിറങ്ങി അവരെ ശാസിച്ചു വിട്ടു. തന്നെ തല്ലാൻ വന്നതാണെന്ന് കരുതി ആ നായ ഭയത്തോടെ 2 അടി പിന്നിലേക്ക് മാറി നിന്നു. കുട്ടികൾ ഓടിപ്പോയതിനു ശേഷം അർജുൻ ആ നായയെ സൂക്ഷിച്ചു നോക്കി. മെലിഞ്ഞൊട്ടി വാരിയെല്ലുകൾ പുറത്തു കാണുന്ന ശരീരം, ചോര പൊടിയുന്ന പഴയ മുറിവുകൾ, വർഷങ്ങളായി ശരിയായ ഭക്ഷണമോ സ്നേഹമോ ലഭിക്കാത്തതിന്റെ എല്ലാ ലക്ഷണങ്ങളും ആ ജീവിയിലുണ്ടായിരുന്നു. പക്ഷേ അത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും ആ നായ അവിടെ നിന്നും ഓടിപ്പോയില്ല. പകരം അത് ഫാക്ടറിക്കുള്ളിലെ അടങ്ങിക്കിടക്കുന്ന ഒരു പഴയ കെട്ടിടത്തിലേക്ക് നോക്കി കുരയ്ക്കാൻ തുടങ്ങി. അർജുൻ ഗേറ്റിനടുത്തേക്ക് നടന്നെടുത്തു. അവനെ കണ്ടതും നായ ഗേറ്റിനടിയിലെ വിടവിലൂടെ ഉള്ളിലേക്ക് കടക്കാൻ ആ കെട്ടിടത്തിന്റെ ചുവരിൽ പോയി മുൻകാലുകൾ കൊണ്ട് പരക്കം മാന്താനും ദയനീയമായി മോങ്ങാനും തുടങ്ങി. ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി അർജുനെ എന്തോ കാണിക്കാൻ ശ്രമിക്കുന്നത് പോലെ അതിന്റെ കണ്ണുകൾ തിളങ്ങി. "സാറേ, അതിന് നോക്കണ്ട.
അതൊരു ഭ്രാന്തൻ നായ. ജീപ്പിലിരിക്കുന്ന ചന്ദ്രൻ വിളിച്ചു പറഞ്ഞു. ആ പഴയ വാച്ചർ രാഘവന്റെ അത്. അയാൾക്ക് വട്ടായതാണെന്നും ആർക്കും മുഖം കൊടുക്കാതെ എങ്ങോട്ടോ നാട് വിട്ടു പോയെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. കൊല്ലം 3ആയി. അന്നു മുതൽ ഈ പട്ടി ഇവിടെ കിടപ്പാ. ആരെങ്കിലും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ പഴയ സ്റ്റോർ റൂം നോക്കി നിർത്താതെ കുരയ്ക്കും. കല്ലെടുത്തെറിഞ്ഞ പിന്നെ കുറച്ചു നേരത്തേക്ക് ഒച്ചയുണ്ടാക്കില്ല. അർജുന്റെ കണ്ണുകൾ ചുരുങ്ങി. അവൻ വീണ്ടും ആ നായയെ നോക്കി. മഴ നനഞ്ഞു വിറയ്ക്കുമ്പോഴും അവൻ ആ കെട്ടിടത്തിൽ നിന്ന് കണ്ണെടുക്കുന്നില്ല. നാട് വിട്ടുപോയ യജമാനന് വേണ്ടി ഒരു നായ മഴയും വെയിലും സഹിച്ച് 3 വർഷം ഒരേ നിൽപ്പിൽ കാത്തിരിക്കുമോ ചന്ദ്ര? അർജുൻ ചോദിച്ചു. അതറിയില്ല സാറേ. നായ്ക്കൾക്ക് ചിലപ്പോൾ അങ്ങനെ ഭ്രാന്ത് പിടിക്കാറുണ്ട്, ചന്ദ്രൻ നിസ്സാരമായി പറഞ്ഞു. ഇല്ല, അതിന്റെ കുരയിൽ ഭ്രാന്തില്ല. അതൊരു വിലാപമാണ്. ആ മിണ്ടാപ്രാണി എന്തോ വലിയ രഹസ്യം നമ്മളോട് വിളിച്ചു പറയാൻ ശ്രമിക്കുകയാണ്. ആ കെട്ടിടത്തിൽ അവന്റെ രാഘവന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അർജുന്റെ ശബ്ദത്തിൽ ഉറപ്പുണ്ടായിരുന്നു. തന്റെ അനുഭവ സമ്പത്ത് വെച്ച് അർജുന് ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി. ഒരു നായയുടെ വിശ്വസ്തതയെ ഒരിക്കലും ചോദ്യം ചെയ്യാനാകില്ല. ഒരു വലിയ ചുരുളഴിക്കാൻ പോകുന്നതിന്റെ തുടക്കമായിരുന്നു ആ നിമിഷം. പിറ്റേന്ന് രാവിലെ തന്നെ അർജുൻ കൂടുതൽ പോലീസുകാരുമായി ഫാക്ടറിയിലെത്തി. പോലീസിനെ കണ്ടതും ഷേരു പാലാട്ടി ഓടി വന്നു. അവൻ അവരെ കൂട്ടി ആ പഴയ സ്റ്റോർ റൂമിന് മുന്നിലേക്ക് പോയി. അവിടെ കിടന്ന് നിലം മാന്തി അവൻ വീണ്ടും കുരച്ചു. അർജുന്റെ നിർദ്ദേശപ്രകാരം പോലീസുകാർ ആ സ്റ്റോർ റൂമിന്റെ പൂട്ടുപൊളിച്ച് അകത്തു കയറി. വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്നതിന്റെ പൊടിയും ചിലന്തി വലകളും അവിടെ നിറഞ്ഞു നിന്നിരുന്നു. ഷേരു നേരെ പോയത് ഒരരികിലുള്ള തറയോടുകൾക്ക് മുകളിലേക്കാണ്. കൂടുതൽ പരിശോധനയിൽ ആ ഭാഗത്തെ തറയോടുകൾക്ക് താഴെ പൊള്ളയാണെന്ന് പോലീസിന് മനസ്സിലായി. അവ മാറ്റിയപ്പോൾ താഴേക്ക് ഇരുളടങ്ങിയ ഒരു വലിയ തുരങ്കം കാണാമായിരുന്നു. കേരളത്തിൽ നിന്ന് ആരംഭിച്ച് കർണാടക അതിർത്തിയിലെ കാടുകളിലേക്ക് നീളുന്ന ഒരു രഹസ്യപാത. മാഫിയ ഉപേക്ഷിച്ചതാണെങ്കിലും ആ തുരങ്കം ഒരു വലിയ കുറ്റകൃത്യത്തിലേക്കുള്ള വഴിയായിരുന്നു. ടോർച്ചടിച്ച് താഴേക്കിറങ്ങിയ അർജുൻ ആ തുരങ്കത്തിന്റെ ഭിത്തിയിൽ കോറിയിട്ടിരിക്കുന്ന ചില അക്ഷരങ്ങൾ കണ്ടു. വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ രക്തം ഉണങ്ങിപ്പിടിച്ച വിരലുകൾ കൊണ്ട് രാഘവൻ കല്ലിൽ കോറിയ വരികൾ. രാഘവൻ എന്നെ തട്ടിക്കൊണ്ടുപോവുകയാണ്, രക്ഷിക്കുക. അർജുന്റെ കണ്ണുകൾ നിറഞ്ഞു. പുറത്ത് ഷേരു അപ്പോഴും നിർത്താതെ കുരയ്ക്കുന്നുണ്ടായിരുന്നു. 3 വർഷമായി ആരും കേൾക്കാതിരുന്ന ആ മിണ്ടാപ്രാണിയുടെ നിലവിളികൾക്ക് ഒടുവിൽ അർജുനിലൂടെ ഉത്തരം ലഭിക്കുകയായിരുന്നു. തുരങ്കത്തിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ വെച്ച് അർജുൻ സിംഗ് വളരെ വേഗത്തിൽ കരുക്കൾ നീക്കി. കർണാടക പോലീസിലെ ആന്റി നാർക്കോട്ടിക് സെല്ലുമായി ചേർന്ന് ഒരു രഹസ്യ ഓപ്പറേഷന് അദ്ദേഹം രൂപം നൽകി. തുരങ്കം ചെന്നവസാനിക്കുന്ന പശ്ചിമഘട്ടത്തിലെ കൊടുങ്കാടിനുള്ളിൽ ദിവസങ്ങൾ നീണ്ട നിരീക്ഷണത്തിനൊടുവിൽ ആ മാഫിയയുടെ പ്രധാന താവളം അവർ കണ്ടെത്തി. പുറമേ നിന്നാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴയ തടിമില്ല് എന്ന് തോന്നിക്കുന്ന, എന്നാൽ അകത്ത് വലിയൊരു ലഹരി നിർമ്മാണശാല പ്രവർത്തിക്കുന്ന ഒരു വലിയ കേന്ദ്രമായിരുന്നു അത്. അർദ്ധരാത്രിയിൽ കനത്ത മഴയെ വകവയ്ക്കാതെ സായുധരായ പോലീസ് സംഘം ആ കേന്ദ്രം വളഞ്ഞു. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ലഹരി മാഫിയയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. വലിയൊരു വെടിവെപ്പിനും ഏറ്റുമുട്ടലിനും ഒടുവിൽ മാഫിയയുടെ പ്രധാന തലവന്മാരെയെല്ലാം പോലീസ് പിടിയിലാക്കി. കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നും അവിടെ നിന്ന് പിടിച്ചെടുത്തു. പക്ഷെ അർജുന്റെ കണ്ണുകൾ തിരിഞ്ഞത് അതിലേക്കൊന്നുമല്ല. അയാൾ തന്റെ തോക്കുമായി ആ തടിമില്ലിന്റെ ഇരുണ്ട അറകളിലേക്ക് നടന്നു. ഏറ്റവും അവസാനത്തെ ഇരുമ്പ് വാതിലിട്ട ഒരു സെല്ലിനു മുന്നിൽ അയാൾ നിന്നു. വാതിൽ തകർത്ത് അകത്തു കയറിയ അർജുനെ വരവേറ്റത് അസഹനീയമായ ദുർഗന്ധമാണ്. ടോർച്ചിന്റെ വെളിച്ചത്തിൽ അയാൾ ആ കാഴ്ച കണ്ടു. ചുവരിലെ ഇരുമ്പ് വളയത്തിൽ കട്ടിയുള്ള ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട നിലയിൽ ഒരാൾ. കൊടിയ മർദ്ദനമേറ്റ് കഴിഞ്ഞ 3 വർഷമായി അവർക്കായി അടിമപ്പണി ചെയ്യുകയായിരുന്നു അയാൾ. വെളിച്ചം കാണാതെ, ശരിയായ ഭക്ഷണമില്ലാതെ അയാൾ ഒരു ജീവച്ചവമായി മാറിയിരുന്നു. താടിയും മുടിയും വളർന്ന് വാരിയെല്ലുകൾ എണ്ണാവുന്ന പരുവത്തിലായ ആ മനുഷ്യൻ പെട്ടെന്ന് വെളിച്ചം കണ്ടപ്പോൾ ഭയത്തോടെ ചുമരിലേക്ക് ഒതുങ്ങി. അർജുൻ സാവധാനം അയാളുടെ അടുത്തേക്ക് ചെന്നു. രാഘവൻ, ആർദ്രമായ ശബ്ദത്തിൽ അർജുൻ വിളിച്ചു. ആ പേര് കേട്ടതും അയാളുടെ മെലിഞ്ഞുണങ്ങിയ ശരീരം ഒന്ന് കുലുങ്ങി. പതുക്കെ തലയുയർത്തി അയാൾ അർജുനെ നോക്കി. കാക്കി യൂണിഫോം കണ്ടതും ആ കണ്ണുകളിൽ ഒരു നേരിയ ജീവൻ തുടിച്ചു. പോലീസുകാർ അയാളുടെ ചങ്ങലകൾ അഴിച്ചുമാറ്റി വാരിയെടുക്കുമ്പോൾ ആ വലിയ മനുഷ്യൻ ഒരു കൊച്ചു കുട്ടിയെപ്പോലെ വിതുമ്പി കരയുകയായിരുന്നു. വരണ്ട ചുണ്ടുകൾ നനച്ചുകൊണ്ട് ഇടറുന്ന ശബ്ദത്തിൽ അയാൾ ആദ്യം ചോദിച്ചത് ഒരേ ഒരു കാര്യമായിരുന്നു. സാറേ, എൻ്റെ ഷേരു, അവൻ അവിടെയുണ്ടോ? മരണത്തിന്റെ വക്കിലും ഇരുട്ടറയിൽ കിടക്കുമ്പോഴും തന്റെ ജീവന്റെ പാതിയായ ആ മിണ്ടാപ്രാണിയെക്കുറിച്ചുള്ള രാഘവന്റെ ആ ചോദ്യം കേട്ട് അർജുന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. അയാൾ രാഘവന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. ഉണ്ട് രാഘവൻ,
അവൻ കാത്തിരിപ്പുണ്ട്. പാലക്കയം പോലീസ് സ്റ്റേഷൻ അന്ന് ജനനിബിഡമായിരുന്നു. രാഘവനെ കണ്ടെത്തിയ വിവരവും അതിനു പിന്നിൽ പ്രവർത്തിച്ചത് ഷേരുവാണെന്ന സത്യവും കാട്ടുതീ പോലെ ആ ഗ്രാമത്തിൽ പടർന്നിരുന്നു. ഷേരുവിനെ കല്ലെറിഞ്ഞവരും ഭ്രാന്തൻ എന്ന് വിളിച്ച് ആട്ടി ഓടിച്ചവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. എല്ലാവരുടെയും മുഖത്ത് കുറ്റബോധത്തിന്റെ നിഴൽ വീണിരുന്നു. അർജുൻ സിംഗിന്റെ നിർദ്ദേശപ്രകാരം ഷേരുവിനെ നേരത്തെ തന്നെ സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു. എന്തിനാണ് തന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന് മനസ്സിലാകാതെ പേടിയോടെ സ്റ്റേഷന്റെ വരാന്തയിൽ ഒരു മൂലയ്ക്കായി ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു അവൻ. പെട്ടെന്ന് ദൂരെ നിന്നും പോലീസ് ജീപ്പിന്റെ സൈറൺ മുഴങ്ങി. ജീപ്പ് സ്റ്റേഷന്റെ മുറ്റത്ത് വന്ന് നിന്നപ്പോൾ കൂടി നിന്നവർ ആകാംക്ഷയോടെ വഴിമാറിക്കൊടുത്തു. മുൻപിലെ സീറ്റിലിരുന്ന രാഘവൻ ക്ഷീണിച്ച കണ്ണുകളോടെ പുറത്തേക്ക് നോക്കി. 3 വർഷത്തെ നരകയാതന അയാളുടെ രൂപം തന്നെ മാറ്റിയിരുന്നു. ജീപ്പിൽ നിന്ന് ഇറങ്ങാൻ പോലും അയാൾക്ക് പരസഹായം ആവശ്യമായിരുന്നു. 2 പോലീസുകാർ ഇരുവശത്തും താങ്ങി പിടിച്ച് രാഘവനെ പതുക്കെ പുറത്തേക്കിറക്കി. ജീപ്പിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ വരാന്തയിൽ കിടന്നിരുന്ന ഷെഹരുവിന്റെ ചെവികൾ വട്ടം പിടിച്ചു. പെട്ടെന്ന് കാറ്റിലൂടെ ഒഴുകിയെത്തിയ ഒരു നേരിയ ഗന്ധം അവന്റെ നാസാഗ്രന്ഥങ്ങളിലേക്ക് ഇരച്ചു കയറി. 1000-ലധികം ദിവസങ്ങൾ അവനെ കാത്തിരിപ്പിന്റെ തീച്ചൂളയിൽ എരിയിച്ച അതേ ഗന്ധം, തന്റെ യജമാനന്റെ ഗന്ധം. കൂട്ടം കൂടി നിൽക്കുന്ന ആളുകൾക്കിടയിൽ നിന്ന് പെട്ടെന്നൊരു നിലവിളി ഉയർന്നു. അതൊരു സാധാരണ കുരയായിരുന്നില്ല. സങ്കടവും കാത്തിരിപ്പും സ്നേഹവും അണപൊട്ടി ഒഴുകുന്ന ഒരു ഹൃദയഭേദകമായ വിലാപമായിരുന്നു. മെലിഞ്ഞുണങ്ങിയ കാലുകളിലെ സർവ്വശക്തിയുമെടുത്ത് ഷേരു ആളുകളെ വകഞ്ഞു മാറ്റി ജീപ്പിനടുത്തേക്ക് പാഞ്ഞെടുത്തു. ഷേരു, ക്ഷീണിച്ച് വിറയാർന്ന ശബ്ദത്തിൽ രാഘവൻ വിളിച്ചു. തന്റെ നേർക്ക് പാഞ്ഞു വരുന്ന ഷേരുവിനെ കണ്ടതും രാഘവന്റെ കാലുകളിലെ ജീവൻ നഷ്ടപ്പെട്ടു. കൂടെയുള്ള പോലീസുകാരുടെ കൈകളിൽ നിന്നും കുതിറി മാറി അയാൾ മുറ്റത്തെ മണ്ണിലേക്ക് മുട്ടുകുത്തി വീണു. അടുത്ത നിമിഷം ഷേരു തന്റെ യജമാനന്റെ നെഞ്ചിലേക്ക് എടുത്തു ചാടി. രാഘവൻ ആ പഴയ മുഷിഞ്ഞ കാക്കി ഷർട്ടിന്റെ കൈകൾ കൊണ്ട് മെലിഞ്ഞൊട്ടിയ ആ മൃതത്തെ വരിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ചു. "ഞാൻ വന്നില്ലടാ, എന്നോട് ക്ഷമിക്കടാ എന്റെ പൊന്നെ" എന്ന് വിതുമ്മിക്കൊണ്ട് രാഘവൻ ഷേരുവിന്റെ നെറുകയിൽ ഉമ്മ വെച്ചു. ഷേരു രാഘവന്റെ മുഖത്തും കണ്ണീരിലും മാറി മാറി നക്കി തുടച്ചു. അവന്റെ കണ്ണുകളിൽ നിന്നും രാഘവന്റെ കവിളിലേക്ക് കണ്ണുനീർ തുള്ളികൾ ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. തന്റെ യജമാനന്റെ നെഞ്ചിൽ തല ചായ്ച്ച് 3 വർഷത്തെ ഏകാന്തതയും പീഡനങ്ങളും അവനൊരു ചെറിയ തേങ്ങലോടെ ഇറക്കി വെച്ചു. മുറ്റത്ത് കൂടി നിന്ന 100 കണക്കിന് ആളുകൾക്കിടയിൽ പൂർണ്ണ നിശബ്ദതയായിരുന്നു. പലരുടെയും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എന്തിനും പോന്ന പോലീസുകാരുടെ പോലും തൊണ്ടയിടറി. അർജുൻ സിംഗ് തന്റെ കണ്ണടയൂരി കണ്ണുകൾ തുടച്ചു. കല്ലെറിഞ്ഞവരും ആട്ടി ഓടിച്ചവരും ആ മഹാസ്നേഹത്തിനു മുന്നിൽ, ഒരു മിണ്ടാപ്രാണിയുടെ നിസ്വാർത്ഥമായ വിശ്വസ്തതയ്ക്ക് മുന്നിൽ ലജ്ജയോടെ തലകുനിച്ചു നിന്നു. ഷേരുവിന്റെ ബുദ്ധിയും വിശ്വസ്തതയും ഇല്ലായിരുന്നുവെങ്കിൽ കോടികളുടെ ലഹരി മരുന്ന് ശൃംഖല ഒരിക്കലും പിടിക്കപ്പെടുമായിരുന്നില്ല. ആ മിണ്ടാപ്രാണി ചെയ്തത് നാടിനോടുള്ള വലിയൊരു സേവനമായിരുന്നു. 1 മാസം കഴിഞ്ഞു. കേരള പോലീസ് തലസ്ഥാനത്ത് വെച്ച് നടത്തിയ പ്രത്യേക ചടങ്ങിൽ വെച്ച് ഷേരുവിന് പോലീസ് മേധാവി നേരിട്ട് സ്വർണ്ണ മെഡൽ അണിയിച്ചു നൽകി. കൂടാതെ പാലക്കയം പോലീസ് സ്റ്റേഷനിലെ ഔദ്യോഗിക സഹായി എന്ന പദവിയും അവന് നൽകപ്പെട്ടു. മനുഷ്യർ സ്വാർത്ഥതയ്ക്കായി പരസ്പരം ചതിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ഈ കാലത്ത് ഇപ്പ വരാം എന്ന ഒറ്റ വാക്കിൽ വിശ്വസിച്ച് മഴയും വെയിലും സഹിച്ച് കല്ലേറുകളെ ഏറ്റുവാങ്ങി 3 വർഷം ഒരേ നിൽപ്പിൽ കാത്തിരുന്ന ഷേരു, അവൻ പഠിപ്പിച്ചത് സ്നേഹത്തിന്റെ ഏറ്റവും പവിത്രമായ പാഠമാണ്. ഇന്ന് പാലക്കയം സ്റ്റേഷനിൽ അർജുൻ സിംഗിനൊപ്പം തലയുയർത്തി നടക്കുന്ന ഷേരുവിനെ കാണുമ്പോൾ ആരും ഭ്രാന്തനെന്ന് വിളിക്കാറില്ല. പകരം അവർ സ്നേഹത്തോടെ പറയുന്നു, അവൻ വിശ്വസ്തതയുടെ കാവൽക്കാരനാണ്. ഈ ഒരു സ്റ്റോറിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ പറയാൻ മറക്കരുതേ. മറ്റൊരു പുതിയ സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.